ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശനമില്ല. ശബരിമലയിലാണെങ്കിൽ പ്രായമായി കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷേ ഇവിടെ അതും ഇല്ല. ഔഷധ സസ്യമായ കുറുന്തോട്ടി ഒരു വലിയ മരമായിട്ട് വളർന്നിട്ട് അതിൻ്റെ തടി കൊണ്ടാണ് ഒരു തൂണ് ഇവിടെ പണിതിരിക്കുന്നത്. അതാണൊരു വലിയ പ്രത്യേകത. അതിപുരാതനമായ ക്ഷേത്രം, 1500 വർഷങ്ങൾക്ക് മുകളിൽ ഇതിന് പഴക്കമുണ്ട്. പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടുത്തെ കൂത്തമ്പലത്തിലേക്കും 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എന്നാൽ ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഇടനാഴിയിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇതപ്പം ഞാൻ ഈ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം കണ്ട. ഈ ക്ഷേത്രം നമ്മുടെ സാധാരണ ഒരു ക്ഷേത്രം പോലെയല്ല കേട്ടോ. ഇവിടെ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. അത് ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിൻ്റെ. ഇത് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതുണ്ടോ, അങ്ങേ അറ്റത്ത് കാണുന്നതാണ് അതിൻ്റെ ഗോപുരമാണ്, മുൻവശമാണ് കണ്ടോ. പടിഞ്ഞാറേ നടയാണ് അതിൻ്റെ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇതിൻ്റെ ആ ഗ്രൗണ്ട് പോലെ ഫ്രണ്ട് വശം കിടക്കുന്നിടത്ത് നിന്നാണ്. കുറേ അധികം കടകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ആ ഓട്ടോറിക്ഷ അങ്ങോട്ട് പോയപ്പം കണ്ട ഭാഗം, മുൻവശമാണ്. ഇതുവഴി വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ ഞാൻ ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ നേരെ പുറഭാഗം, അത് കിഴക്ക് ഭാഗത്ത്, അവിടെയും ഇതുപോലെ തന്നെ ഒരു ഗോപുരമുണ്ട്. അതുവഴിയും കയറാമെന്ന് പറഞ്ഞു. അതുവഴിയാണ് മീനച്ചിലാറ് ഒഴുകിപ്പോകുന്നത്. അതിൻ്റെ തീരത്താണ് ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പം ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ ആ മീനച്ചിലാറിൻ്റെ സൈഡിലേക്ക് ചെന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പയ്യെ അതുവഴി കിഴക്ക് ഭാഗത്തുകൂടി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാമെന്ന് തീരുമാനിച്ചു. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഈ പറഞ്ഞ കിഴക്കേ ഗോപുരം കണ്ടോ. ഇപ്പം ഇതുവഴി കയറുന്ന കൂടുതൽ ആൾക്കാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞല്ലോ തൊട്ടങ്ങപ്പുറത്ത് മീനച്ചിലാറാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ ശുദ്ധി വരുത്തി വേണമെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതുവഴി ഇങ്ങനെ കയറിപ്പോവാം. ഇത് കണ്ടോ, ക്ഷേത്രത്തിൻ്റെ ഞാനിപ്പോൾ കാണിച്ച അതിൻ്റെ അവിടെ തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ചെറിയ ഒരു പ്രതിഷ്ഠ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. കൊള്ളാം, നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഇത് അതിപുരാതനമായ ക്ഷേത്രമാണ് കേട്ടോ, ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇത് കണ്ടോ, പുഴ ഒഴുകി പോകുന്ന ഭാഗം കണ്ടോ, അങ്ങേ അറ്റത്ത് ഒരു പഴയ ഒരു കവാടം പോലെ നിൽക്കുന്നത് കണ്ടോ. അതൊക്കെ ഒരുപാട് പഴക്കം ഉള്ളതാണ്, കാണുമ്പോഴേ നമുക്കറിയാം. അതൊക്കെ പുതിയതായിട്ടെല്ലാം പുതുക്കി പണിതിട്ടുണ്ട്, അതേ ഉള്ളൂ. അത് കണ്ടോ, ഒരു ആർച്ച് പോലെ അതിൻ്റെ നടുഭാഗത്ത് കാണുന്നുണ്ട്. അതിലെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ പടവുകളാണ്, അവിടെയാണ് ഈ പുഴ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് എന്താണെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് നമുക്ക് തിരികെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നദിയുടെ അടുത്തോട്ട് നമുക്ക് പോകാം. ഇതുകൊണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്താണ്. ഇപ്പോൾ ഈ ശബരിമലയിലൊക്കെ ആണെങ്കിൽ പ്രായമായ സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടല്ലോ, 18-ാം പടി ചവിട്ടിപ്പോകും. പക്ഷേ ഇവിടെ 10 വയസ്സിന് മേളിൽ ഉള്ള സ്ത്രീകൾക്ക് ഇതിൻ്റെ ഈ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ പ്രവേശനമില്ല. ഇവിടെ ഈ ബാലബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 10 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്തത്. ഇവിടുത്തെ ഈ പ്രതിഷ്ഠ ബാലമുരുകനായതുകൊണ്ട് ഈ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മയുടെ ഒരു സ്ഥാനമാണല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യവും ബഹുമാനാർത്ഥം ഈ അമ്മ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തത്. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ മുന്നിൽ തന്നെ ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിൽ നിന്ന് സ്ത്രീകൾക്ക് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശ്രീകോവിലിൽ ഇരുന്നു കൊണ്ട് ഈ ബാലമുരുകന് ഈ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ, അതായത് അമ്മമാരെ കാണാൻ സാധിക്കത്തില്ല. ആ രീതിയിലാണ് ഇവിടെ ഈ ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ആണുങ്ങൾക്കെല്ലാവർക്കും ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും കേട്ടോ. ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ കൂത്തമ്പലം. 1500 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പെരുന്തച്ഛനാണ് ഈ കൂത്തമ്പലവും ഈ ക്ഷേത്രവും എല്ലാം പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളോ കൂത്തമ്പലത്തിൻ്റെ കാഴ്ചകളോ ഒന്നും നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത്.
ഇവിടുത്തെ ഈ കൂത്തമ്പലത്തിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല കേട്ടോ. 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് കൂത്തമ്പലത്തിനുള്ളിലും പ്രവേശനമില്ല. കൂത്തമ്പലത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ വന്ന് നേരിട്ടൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് വളരെ അതിശയം തോന്നുന്ന കൊത്തു പണികളാണ് അവിടെ നിർമ്മിതിയിലുള്ളത്. ആ കാണുന്ന അങ്ങ് മാറി നിൽക്കുന്ന കണ്ടോ ഒരു ഗോപുരം പോലെ, അതാണ് ഇവിടുത്തെ കൂത്തമ്പലം. മുഴുവൻ ഭാഗവും തടിയാണ്. പെരുന്തച്ഛനാണ് നിർമ്മിച്ചിരിക്കുന്നത് അതെല്ലാം. അതൊക്കെ നിങ്ങളിവിടെ വന്ന് നേരിട്ട് വന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഭയങ്കര അതിശയം തന്നെയാണ് അതെല്ലാം. കൂത്തമ്പലത്തിൻ്റെ ദർശനം തെക്ക് ഭാഗത്തേക്കാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കൂത്തമ്പലത്തിൻ്റെ തൂണുകളിൽ ഒരു തൂണിന് വളരെ പ്രത്യേകതയുള്ള ഒരു തൂണാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൂണ് വന്നിരിക്കുന്നത് കുറുന്തോട്ടി മരം കൊണ്ടാണ് ആ ഒരു തൂണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറുന്തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു ഔഷധ ചെടിയാണ്. ഈ ഔഷധ ചെടി വലുതായിട്ട് അതിൻ്റെ ആ മരം വെട്ടിയെടുത്തിട്ട് അത് ചെത്തി മിനുക്കിയാണ് ഒരു തൂണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. അവിടെ പ്രത്യേകം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് കുറുന്തോട്ടി മരം കൊണ്ട് നിർമ്മിച്ചതാണെന്നുള്ളത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് പെരുന്തച്ഛൻ നിർമ്മിച്ചെടുത്തതാണ് ഈ കുറുന്തോട്ടി മരം കൊണ്ട് ഒരു തൂണ്. അത് വളരെ പ്രത്യേകതയാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് കാണണം, കണ്ടെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ആ കുറുന്തോട്ടി മരത്തിൻ്റെ ആ തൂണിൻ്റെ മേളുവശം ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ചെറിയ പാട്ടിങ്ങനെ പൊട്ടിക്കീറിയ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഈ കൂത്തമ്പലം. കൂത്തമ്പലത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള പണികളൊക്കെയാണ് കാണേണ്ടത്. ഇപ്പോൾ ഉള്ള ആർക്കും അത് ഒന്ന് അഴിച്ചെടുക്കുവാനോ ഇതുപോലെ പണിയുവാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. മുഴുവനും തടിയാണ്, മുഴുവൻ ഭാഗം തടിയും കൊണ്ടാണ് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ രാമായണ കഥകളെല്ലാം ഇങ്ങനെ അവിടെ കൊത്തി വച്ചിട്ടുണ്ട്. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പല പഴമയാർന്ന ക്ഷേത്രങ്ങളുടെയും കൂത്തമ്പലം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കൂത്തമ്പലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പം ഈ തടിയിൽ പണിതിരിക്കുന്ന ആ കാഴ്ചകളുണ്ടല്ലോ, നമ്മളെ വല്ലാതെ അങ്ങ് അതിശയിപ്പിക്കും. അതും 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പണിതെടുത്തത്. അതൊക്കെ നിങ്ങൾ ഒരിക്കൽ നേരിട്ട് ഒന്ന് കാണണം. കാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആ രീതിയിലുള്ള കൊത്തുപണികളാണ്. നിങ്ങളതൊക്കെ നേരിട്ട് കാണേണ്ട കാഴ്ചയാണ് ഈ കൂത്തമ്പലവും അവിടുത്തെ കുറുന്തോട്ടി തൂണും ഇവിടുത്തെ പ്രത്യേകതകളെല്ലാം തന്നെ. ഞാനിപ്പം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ സൈഡിൽ കൂടിയാണ് പുഴ ഒഴുകുന്നത്. മീനച്ചിലാറാണ്, അതിൻ്റെ തീരത്താണ്. കണ്ടോ, വളരെ ഭംഗിയായിട്ട് നല്ല ഒരു നദി. ഞാനിപ്പം ഈ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന പടവുകളുണ്ടോ, എത്ര ഭംഗിയാണെന്ന് കണ്ടോ. ആ ഒരു ചെറിയ ഒരു ഗോപുരം പോലെ കണ്ടോ, അതിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇതിൽ നിന്നും പുറത്തേക്കുള്ള ഒരു കാഴ്ച കണ്ടോ. നമ്മൾ ആ കടവിൽ നിന്ന് നമ്മൾ കയറി വരികയാണ്. ക്ഷേത്രത്തിൻ്റെ ആ കിഴക്കേ ഗോപുരത്തിലേക്ക് വരുന്ന ഭാഗമാണ് കണ്ടോ. ഇതിപ്പം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. ഞാൻ ആദ്യമേ കയറി വന്ന ഭാഗമാണ്. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആകപ്പാടെ ഒരു സന്ധ്യ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഏതാണ്ട് സന്ധ്യാറായി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽപ്പുണ്ട്, കാണിക്കാം. ഇത് കണ്ടോ, ഇത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ നിൽക്കുന്ന ഒരു വലിയ മരമാണ്. ഈ സന്ധ്യ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് നോക്കാനായിട്ട് നല്ല ഒരു ഭംഗിയുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലുള്ള കിടങ്ങൂരാണ്. ഞങ്ങളും ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഇവിടുന്ന് തിരികെ മടങ്ങുകയാണ്.